ഐശ്വര്യമായിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അങ്ങോട്ട് തുടങ്ങാം. തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ചീഫ് ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്യണ്ടേ? രമേശ് ചേട്ടാ വെൽക്കം. അജയ് ചേട്ടാ വെൽക്കം. നമസ്കാരം. ബേബി സാർ ആൻഡ് ആരി ചേച്ചി. ബേബി സാർ ആൻഡ് ആരി ചേച്ചി. നീ എന്താ ഇങ്ങനെ തന്നെ നോക്കിയിരിക്കണേ? ഇടത്തോട്ട് നോക്കിയൊന്ന്, ഇടത്തോട്ടൊന്ന് മുഴുവനായിട്ട് തിരിയെന്ന്. നീ വലത്തോട്ട് തിരിഞ്ഞ് വീഴ്ചായ ഒന്ന് തള്ളിയൊന്ന് കുനിച്ച വീഴ്ചായ വീഴ്ചായ നല്ല പ്രായം അറിയിക്കുന്നുണ്ടെന്ന്. എനിക്കാ? ആ ശരിക്കും? സത്യായിട്ടും അത്രക്കും പ്രായം തോന്നിക്കണ്ട. അതിപ്പോ ഞാൻ പറഞ്ഞാണോ കുഴപ്പം? കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടുപേരും കൂടെയുള്ള ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് അതിന്റെ താഴെ വന്ന കമന്റ്സ് വല്ലതും വായിച്ചായിരുന്നോ? എന്താ എന്റെ പൊന്നെ, ഞാൻ കണ്ടായിരുന്നു. അല്ലേ? ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, എനിക്കും തോന്നിയായിരുന്നു. അല്ലേ? ചെറിയൊരു ഞാൻ കണ്ടായിരുന്നു. അച്ഛനും മോളും ആണോ? അപ്പൂപ്പനെ എവിടുന്ന് കിട്ടി? അലുവയും മത്തിക്കറിയും ആണോ? മോശമായി പോയി. സൈബർ ആക്രമണം. എല്ലാം അറിയാവുന്ന ആരാണ്ടൊക്കെ കൂടിയാണ് എന്നെ നെറ്റിലിട്ട് ഇങ്ങനെ അതിപ്പോ അങ്ങനെ അത് ആയിരിക്കാം. പക്ഷേ ആരെങ്കിലും പൈസ കൊടുത്തൊക്കെ ചെയ്യിപ്പിക്കണായിരിക്കുള്ളൂ. അല്ലല്ല, സൈബർ ആക്രമണം ആണെങ്കിൽ മറുവശം ഉണ്ടാവുമല്ലോ. ഇതെല്ലാരും ഒരുപോലെ. ഇപ്പോഴേ ഒന്നൊന്ന് അവിടെ വരെ നടന്നേ. ബേബി സാർ ഒന്ന് നടന്നേ. കണ്ട അടിച്ചു. ചെറിയൊരു പ്രായം തട്ടി. ഉണ്ട് ഇങ്ങനെയല്ലായിരുന്നു നടക്കണ്ടേ. ഇങ്ങനെ ചുറുചുറുക്ക് പോയിട്ടുണ്ട്. തട്ടിട്ടുണ്ട്. ചുറുചുറുക്ക് കുറച്ച് ഞാൻ പറഞ്ഞേ ശരിക്കും സൈബർ ആക്രമണം. എനിക്കെതിരെ നല്ല സൈബർ ആക്രമണം നടന്നിട്ടുണ്ട്. അല്ല, ഇത് അങ്ങനെയല്ല വേച്ചായ പറയണ കേക്ക്. ഉമ്മ കയറി എങ്ങനെ എല്ലാരും കൂടെ സൈബർ ആക്രമണം ചെയ്യോ? നിങ്ങൾ കഴിഞ്ഞ ദിവസം അത് കണ്ടല്ലേ? എനിക്കെതിരെ ഭയങ്കര സൈബർ ആക്രമണം. എന്താ ആക്രമണം? എനിക്ക് പ്രായമായി എന്ന് പറഞ്ഞിട്ട്. അത് സൈബർ ആക്രമണം അല്ല, സത്യമല്ലേ? ഇപ്പൊ എന്താ പ്രശ്നം? അല്ല, എനിക്കൊന്ന് പ്രായം കുറക്കാൻ എന്ത് ചെയ്യണം? എങ്ങാവണം. എങ്ങാവണമെങ്കിൽ ഒറ്റ വഴിയുണ്ട്. നിന്റെ പേര് ബേബി എന്നുള്ളത് മാറ്റിയിട്ട് എങ്ങന്ന് ഇട്ടാൽ മതി. അപ്പൊ എല്ലാവരും എങ്ങേന്ന് വിളിച്ചോളൂ. അതല്ല, എന്റെ പ്രായം കുറക്കാൻ എന്ത് ചെയ്യണമെന്നാ ചോദിക്കുന്നത്. പ്രായം കുറക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളോട് നഴ്സിനോട് ചോദിക്കുക. ശരിയാണ്, സാറിന്റെ മുടിയൊക്കെ പോകണ്ടേ? ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യാം. സ്കിന്ന് ചുളുങ്ങാന് തൊലി ഇങ്ങനെ വലിച്ച് ക്ലിപ്പ് ഇടാം. അതൊക്കെ ഒരുപാട് ട്രീറ്റ്മെന്റ് ഉണ്ട്. ടോപ്പിക് ട്രീറ്റ്മെന്റ്, ലേസർ ട്രീറ്റ്മെന്റ്, ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ്, അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അല്ല, ഈ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞ സാധനം ഇല്ലേ? പ്ലാസ്റ്റിക് സർജറിക്കൊക്കെ ഒരു പരിധി ഇല്ലടാ. തന്നെയല്ല തുഷാരടി, പ്ലാസ്റ്റിക് സർജറി ചെയ്ത ഹരിതകർമ്മസേന വന്ന് ഇതിന് എടുത്തോണ്ട് പോവുകയും ചെയ്യും. നമ്മുടെ 50 രൂപ. അയ്യോ, നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാതിരുന്നാലോ? ബർത്ത്ഡേ അതാണല്ലോ നമുക്ക് പ്രായമാവുന്നേ. അതും ആലോചിക്കാത്തൊരു കാര്യമാണ്. ഒന്നാമത് സാറിന് നടപ്പിൽ തന്നെ ഒരു കിളവത്തം കിടപ്പുണ്ട്. അത് മാറ്റിയിട്ട് ഒരു ചെറുപ്പത്തം പറഞ്ഞ സാറ് നടന്ന് എങ്ങനെ അഭിനയിച്ചാലും ആ സാധനം കിടപ്പുണ്ട്. സംഗതി കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആരെ കണ്ടാലും ബ്രോ അങ്ങനെ വിളിക്കണം. അല്ല, വയസ്സായ ആൾക്കാരെ കണ്ടാലും ബ്രോ എന്ന് വിളിക്കണം. എന്റെ കെട്ടിയോനുണ്ടല്ലോ കുഞ്ഞവറാച്ചനെ പണ്ട ആൾക്കാരെ ബ്രോ എന്ന് വിളിച്ചോണ്ടിരുന്നെ. ആ കാലത്തും ബ്രോ. അതിന്റെ കൂടെ ഒരു ക്രം കൂടി ഉണ്ടായിരുന്നു, ബ്രോക്കർ. പിന്നെ മോനെ, ഈ ചെറുപ്പം വരണമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഇന്നത്തെ ഫുഡ് സ്റ്റൈല് തന്നെ വ്യത്യാസമുണ്ട്. നമ്മൾ ഈ സാമ്പാറും സാധനങ്ങളും ഒക്കെ വെക്കണ സമയത്തുണ്ടല്ലോ, നല്ല അസല് കായം ചേർക്കണം. ഞങ്ങൾ ചേർക്കാറുണ്ട് കായം. വെറുതെ ഉള്ള കായം ചേർത്തിട്ട് കാര്യമില്ല. ഹെൽത്തി ഗ്രോസർ കായം ചേർക്കണം. അത് ചേർത്ത് നമ്മൾ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാ, അതുപോലെ വയറിനും നല്ലതാ, നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാ. ഹെൽത്തി ഗ്രോസർ കായം. അതല്ലേ ഇപ്പൊ ഈ പ്രായം കുറയ്ക്കാനായിട്ടൊരു മാർഗം എന്തെങ്കിലും? പ്രായം കുറയ്ക്കാൻ എന്റെ കെട്ടിയോന് ഇതുപോലത്തെ അസുഖമുള്ളായിരുന്നു. ആ അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തെന്നറിയാമോ? പൂനെയില് ഒരു രോഗി ഉണ്ടായിരുന്നു. കിടപ്പ് രോഗിയാ? അല്ല, നീ ആശ്രമമൊക്കെ കെട്ടണ യോഗി വരൻ. അയാളുടെ അടുത്ത് പോയിട്ട് അയാളൊരു നിത്യ യൗവന കഷായം സാധനം കൊടുത്തു. അത് കുടിച്ചിട്ട് നിന്റെ അപ്പൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ,
പിന്നെ ഈ സാധനത്തിനെ നോക്കിയാ കാണൂലായിരുന്നു. ചെറുപ്പമായി. പിന്നെ കാണുന്നത് എവിടെ? കുളിക്കടവില് ലേഡീസ് ഹോസ്റ്റലിന്റെ പുറകില്. അവസാനം ചത്ത് കിടന്നപ്പോ കാണായിരുന്നു എന്റെ പക്രു. ചോര തൊട്ടെടുക്കായിരുന്നു. അത്ര ചെറുപ്പമായിരുന്നോ? ഇല്ല, ആൾക്കാർ തല്ലിയിട്ട്. അതെ, ഈ കഷായല്ലേ, ഈ ചെറുപ്പമാണുള്ള കഷായം, അത് എവിടെ കിട്ടും പറഞ്ഞ? അത് പൂനെയില്. അത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല ചെറുപ്പം ഉണ്ടാവും. അതൊരു കാര്യം ചെയ്യാം, പൂനിലേക്ക് വിടാം. പക്ഷെ ആരുടെ അറിയണ്ട, അല്ലെങ്കിൽ ഞാൻ ചെല്ലുമ്പോ അവനോട് ചെല്ലും. എന്താ അപ്പൊ വണ്ടി വിടാം, പൂനേക്ക് വണ്ടി വിടും. ഒരു കാര്യം ചെയ്യൂ, അപ്പം നിങ്ങള് സംഗതി നിങ്ങള് പൂനേക്ക് പോവല്ലേ? ബിസിനസ് മീറ്റിംഗ് എനിക്ക് വേണ്ട, എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പൂനെ ചെന്നിട്ട് എന്ത് കഷായ അമ്മച്ചി? ആയുഷ്കാല യൗവനാദി കഷായം. ആയുഷ്കാല യൗവനാദി കഷായം. എന്നാ പിന്നെ നമ്മുടെ ഒട്ടും ശുഭസ്യ ശീക്രമെന്നാണല്ലോ, വൈകിക്കണ്ട, ചെലോ പൂന. നിങ്ങൾ പോയിട്ട് പരിപാടികൾ ഒരു മിനിറ്റ്, ഞാനെന്നാ കാണട്ടോ. രണ്ടും കൂടി പോണ്ട, എന്താവോ എന്തോ. മൈജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ണിൽ സ്റ്റാൻഡപ്പ് പെർഫോം ചെയ്യാൻ എത്തുന്നു ഷാഹിന. ഷാഹിനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് ഉമ്മ, വാപ്പി, ഇത്ത. വാപ്പി ഇപ്പൊ പുറത്താണ്. ഉമ്മയും ഇത്തയുണ്ട്. ഇത്ത ചേച്ചി. ഓക്കെ. വാപ്പി പുറത്തെവിടെയാ? ഖത്തറില്. ഖത്തറിലാണോ വാപ്പി? വാപ്പിയുടെ പേരെന്താ? ഷെയ്ഖ് മുഹമ്മദ് മുബാറക്. ഷെയ്ഖ് മുഹമ്മദ് ആണോ? അറിയോ? അത് ദുബായില്, ഇത് ഖത്തറിലെ. ഖത്തറിലെ ഷെയ്ഖ് മുഹമ്മദ് മുബാരക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. മോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ മോളിലെ സ്റ്റാൻഡപ്പ് കാണാൻ പോവാണ്. സന്തോഷായില്ലേ? അപ്പം പെർഫോമൻസിലേക്ക് അതിനു മുന്നേ ഞാനൊരു ഡാൻസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇപ്പൊ കളിക്കണോ അതോ സ്റ്റാൻഡപ്പ് കഴിഞ്ഞിട്ട് കളിക്കണം? മോളെ കളിച്ചിട്ട് പറഞ്ഞാൽ കിതയ്ക്കോ അതോ കളി കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, നല്ലപോലെ പറഞ്ഞോളാം. അപ്പൊ ഒരു കാര്യം ചെയ്യും, സ്റ്റാൻഡപ്പ് കഴിഞ്ഞു. മോളൊന്ന് വെയിറ്റ് ചെയ്യ്. ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ പൂനെക്ക് പോയിട്ടുണ്ട്. പൂനെ നാള് വന്നു കഴിയുമ്പോൾ ആ മാമന്റെ കൂടെയും ഈ ചേച്ചിയുടെ കൂട്ടത്തിൽ നമുക്കൊരു മോണിക്ക് അടിക്കാം കേട്ടോ. ഹായ്, ഹലോ, എന്റെ പേര് ഷാഹിന. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്നെ കുറിച്ചും എന്റെ വീട്ടിലുള്ള കുറച്ച് ആൾക്കാരെ കുറിച്ചുമാണ്. എന്റെ അടുത്ത് എല്ലാവരും വന്ന് പറയുന്ന ഒരു കാര്യമാണ്, എന്നെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയാണ്. നിങ്ങൾ പറ, എന്നെ കാണാൻ ഭംഗിയുണ്ടോ? പക്ഷേ പൊതുവെ ഇതൊരു ഉഡായിപ്പിന്റെ കാലമാണല്ലോ, അതുകൊണ്ട് ഞാൻ അവര് പറയുന്ന അത്ര കാര്യമായിട്ടൊന്നും എടുക്കാൻ പോകാറില്ല. പക്ഷെ ചില സമയം ഞാൻ കണ്ണാടി പോയി നോക്കുമ്പോ അവര് പറയുന്നതും ഒരു 50% ശരിയാണെന്ന് എനിക്കും തോന്നും. എന്റെ ഉമ്മയും വാപ്പയും എപ്പോ നോക്കിയാലും വീട്ടിൽ പൊരിഞ്ഞ വഴക്കാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്കൂള് കഴിഞ്ഞ് വന്ന് നോക്കുന്നതാ ഇവര് രണ്ടുപേരും വീണ്ടും പൊരിഞ്ഞ വഴക്ക്. ഞാൻ അവരുടെ അടുത്ത് രണ്ടുപേർത്തുമായി പറഞ്ഞു, ഒന്ന് നിർത്താവോ? എന്റെ പൊന്നാരി ചേച്ചി എവിടെന്ന്? വലിയ ജനറേറ്ററിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു കൊതുകിന്റെ മൂളിപ്പാട്ട് പോലെ എന്റെ ശബ്ദത്തോടെ കേട്ടോളൂ. പിന്നെ ഞാൻ സർവ്വശക്തി എടുത്ത് പറഞ്ഞു, ഒന്ന് നിർത്താമോന്ന്. ബായത്തിന് രമേശ് ഏട്ടാ റൂമിന്റെ എക്കോയും കൂടെ എന്നെ സഹായിച്ചതുകൊണ്ട് അവരത് കേട്ടു. അപ്പൊ വാപ്പി ചോദിക്കുക, അയ്യോ മോളിതെപ്പോ വന്ന്? ഞാൻ കണ്ടില്ലാന്ന്. ഞാൻ ചോദിച്ചു, നാണുണ്ടോ നിക്ക് ഈ കൊച്ചു പിള്ളേര് വഴക്കുണ്ടാക്കുന്നല്ല വഴക്കുണ്ടാക്കായിരുന്നു? അപ്പൊ വാപ്പി പറയാ, എങ്ങനെ വഴക്കുണ്ടാക്കാതിരിക്കും? നിന്റെ ഉമ്മേന്റെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചു, മനുഷ്യ ശരീരത്തിൽ എത്ര എല്ലാം ഉണ്ട്? നിങ്ങൾ പറ ചേട്ടാ, ചേട്ടന്റെ മനുഷ്യ ശരീരത്തിൽ എത്ര എല്ലാം ഉണ്ട്? 206. പക്ഷെ എന്റെ ഉമ്മയുടെ മനുഷ്യ ശരീരത്തിലെ 207 എല്ലാം ഉണ്ടെന്നാ ഉമ്മി വാപ്പിനോട് പറഞ്ഞത്. ഞാനൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് വാപ്പിനോട് പറഞ്ഞു, വാപ്പി ഒന്ന് വെച്ച് നോക്കിയാ ഉമ്മ പറഞ്ഞതും ശരിയല്ലേന്ന്. അപ്പൊ വാപ്പി എന്നോട് ചോദിച്ചു, അതെങ്ങനെയെന്ന്. ഞാൻ പറഞ്ഞു, വാപ്പി എന്നെ ഇടയ്ക്ക് പറയാറില്ലേ ഉമ്മയ്ക്ക് ഒരെല്ല് കൂടുതലാ ഒരെല്ല് കൂടുതലാന്ന്. അല്ല, അത് വെച്ച് നോക്കുമ്പോ ഉമ്മ പറഞ്ഞതും ശരിയാണല്ലോ. അടുത്തത് ഞാൻ വാപ്പിനെ കിടപ്പിച്ചു. വാപ്പയാണെങ്കിലോ കപ്പയൊക്കെ നടാന്നുള്ള ആഗ്രഹത്തില് കപ്പയുടെ തണ്ടൊക്കെ വാങ്ങിച്ചോണ്ട് വെച്ച് എന്നിട്ട് എന്നെ കൊണ്ട് നടുപ്പിച്ചു. ഒരു ദിവസമായി, 2 ദിവസമായി, ഒരാഴ്ചയായി കപ്പ കിളിക്കുന്നില്ല. അപ്പൊ ഉമ്മ അറിയുക അത് മണ്ണിന്റെ പ്രശ്നമാണ്. അപ്പൊ വാപ്പ അറിയുക അത് മണ്ണിന്റെ പ്രശ്നമല്ല, തണ്ടിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇത്ത വന്നിട്ട് പറയുക, ഇതിന്റെ ഒന്നിന്റെയും പ്രശ്നമല്ലേ, ഈ ഐശ്വര്യം ഇല്ലാത്ത എന്നെ കൊണ്ട് നട്ടയുടെ പ്രശ്നമായിരിക്കും. എനിക്കതങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല.
വിഷമിച്ചിരുന്ന എന്റെ അടുത്ത് എന്റെ വാപ്പ ഒന്ന് പറഞ്ഞു, എന്റെ മോളെ നല്ല സത്യസന്ധതയും അനുസരണയുള്ള കൊച്ചാന്ന്. അല്ലേ, എനിക്ക് അനുസരണ കുറച്ച് കൂടുതലാ. കാരണം എന്താണെന്നറിയോ, കപ്പ നട്ട അന്ന് മുതൽ ഇന്ന് വരെ ഞാനത് പൊക്കി നോക്കുമായിരുന്നു, കപ്പ കിളിച്ചോന്ന് അറിയാനായിട്ട്. ഇത് കേട്ടിട്ട് എന്റെ വാപ്പി എന്നെ വെറുതെ വിട്ടത് എന്റെ ഭാഗ്യം. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിൽ നിന്ന് കളഞ്ഞു. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ ചിരിച്ചിരിച്ച് ഓർക്കേണ്ട ഒരു കാര്യമാണ്. സോറി ഓർത്തോർത്ത് ചിരിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റാരെ പറ്റിയല്ല, എന്റെ ഉമ്മച്ചുമാനെ പറ്റിയാണ്. എന്റെ ഉമ്മച്ചുമ്മ എന്ന് പറയുന്നത് എന്റെ ഉമ്മയുടെ ഉമ്മ. ഞങ്ങളുടെ വീട്ടില് 2 കോഴികളാണ് ഉള്ളത്. അയ്യോ, ഞാൻ എന്റെ ചേട്ടന്മാരെ പറ്റിയല്ല കേട്ടോ പറഞ്ഞത്, ഒറിജിനൽ 2 കോഴികളുണ്ട്. ഒരു ദിവസം നല്ല മഴയത്ത് അത് അതിന്റെ പാട്ടിന് മഴ നനഞ്ഞോണ്ടിരിക്കുമ്പോ എന്റെ ഉമ്മച്ചുമ്മ വന്ന് നോക്കുന്നു, ഇതിന് വിറയല്. അതിന്റെ കഴുത്തിൽ പിടിച്ച് അടുപ്പിന്റെ മൂട്ടി കൊണ്ട് കെട്ടിയിട്ട്. പിന്നെ പറയണോ, ആ കോഴി സബാഷ്. അടുത്ത 2ാമത്തെ കോഴി നല്ല വെയിലത്ത് അത് അതിന്റെ ചിറകൊടുക്കിക്കൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു. ഉമ്മച്ചുമ്മ തന്നെ തൊട്ട് നോക്കിയപ്പോഴോ അതിന് പനിയാണെന്ന് വിചാരിച്ച് എവിടെ നിന്നൊക്കെയോ കുറെ ഗുളിക അതിന് കലക്കിക്കൊഴിഞ്ഞു. 1 പെട 2 പെട 3ാമത്തെ പെടയ്ക്ക് കോഴി റെസ്റ്റ് ഇൻ പീസായി. അല്ല, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും ഒക്കെ പറയുമ്പോ എന്തായാലും സമാധാനം. എന്റെ വീട്ടുകാരെ പറ്റിയുള്ള കുറ്റങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞപ്പോ എനിക്ക് ആ സമാധാനം കിട്ടി. നിങ്ങൾ അറിഞ്ഞാൽ ഇനി ഈ ലോകം താനെ അറിഞ്ഞോളും. അപ്പൊ അടുത്ത കാര്യമായിട്ട് ഞാൻ വീണ്ടും വരുന്നത്. ബൈ ബൈ. ഷാഹിനക്കുട്ടി നല്ല കളർ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. Thank you. ആള് വളരെ കോൺഫിഡന്റ് ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഏട്ടാ വന്നിരിക്കുന്നത് അല്ലേ? ഈ വയറിളകിയ കഥ ആരാ എഴുതിയത്? അതെന്റെ ഉമ്മേന്റെ കൂട്ടുകാരിയും ഞാനും കൂടെ എഴുതിയതാണ്. ഏതായാലും നന്നായിട്ടോ പരിപാടി. Thank you. നല്ല പഠിക്കുന്ന പിള്ളേരല്ലേ സ്കൂളില്? പഠിക്കുന്ന പിള്ളേര് വന്നിട്ട് പഠിച്ചിട്ടൊരു പരിപാടി അങ്ങ് അവതരിപ്പിക്കൂല്ലേ, അതുപോലൊരു പരിപാടി. ടീച്ചറിന് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടി ഏതോ ഒരു സബ്ജക്ട് വന്ന് പഠിച്ചിട്ട് പറയുന്ന പോലെ അങ്ങ് പറഞ്ഞു, നന്നായിട്ട് പറഞ്ഞു. വേണ്ട മോഡുലേഷനും എക്സ്പ്രഷൻസും ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു, താങ്ക് യു. കൃത്യമായിട്ട് ചെയ്തു. നമുക്ക് സ്ക്രിപ്റ്റിന് കുറച്ചുകൂടി ബലം ഉണ്ടെങ്കിൽ വളരെ നല്ലതാട്ടോ മോളെ. മോള് നന്നായിട്ട് പറയുന്നുണ്ട്, മോക്ക് നല്ല സ്ക്രിപ്റ്റ് കിട്ടിയാൽ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റും. ക്ലാസ്സിലെ ടോപ്പർ ആണോ? ക്ലാസ്സിലെ ടോപ്പറാണോ? ശരി. ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ്? ഓഗസ്റ്റ് 15. സോഷ്യൽ കുഴപ്പമില്ലല്ലോ. ഡൽഹൌസി പ്രഭു എന്തിനാ പോയത്? ആരാ? ഡൽഹൌസ് പ്രഭു. അതെനിക്കറിയില്ല. ഹൂ ഇസ് ദ മോസ്റ്റ് പോപ്പുലർ കിങ് ഓഫ് മുഗൾ ഡൈനാസ്റ്റി? അക്ബർ. ഗുഡ് ആൻസർ, താങ്ക് യു. അല്ല, ഗുഡ് ആൻസർ എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ അതല്ല, തെറ്റാണോ? ശരിക്കുള്ളത് അതാദ്യം പറ. അക്ബർ. മുഗൾ രാജവംശത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന രാജാവ് അക്ബർ തന്നെയാ. ഹൂ ഇസ് ദ ഫാദർ ഓഫ് ടിപ്പു സുൽത്താൻ? I don't know that. You don't know? I think you are little bit slow in social studies. ഹൈദർ അലി. അതല്ലേ, ഞാൻ ഒരു കടങ്കഥ അങ്ങോട്ട് ചോദിക്കട്ടെ? വെരി ഗുഡ്, വെരി ഗുഡ്. ചോദിച്ചോളൂ. എല്ലാവർക്കും അപ്പൊ ഉള്ളത്. നമ്മള് നാറിപ്പോയനെ അത് വന്നില്ലായിരുന്നെങ്കിൽ. ഈ പറഞ്ഞ മുഴുവൻ സോഷ്യലുമായിട്ട് എന്തേലും ബന്ധമുള്ള കാര്യമാണോ നമ്മള്? ഏയ്, കൊച്ചു ചോദിക്കട്ടെ ഏട്ടാ. സോഷ്യൽ അറിയാവുന്നവര് ഞങ്ങളോട് ക്ഷമിക്കുക. ഉടുപ്പൂരി കിണത്തി ചാടി. എന്താ ഉത്തരം? ഉടുപ്പൂരി കിണത്തി ചാടി. തൊട്ടി അല്ല. നാരിയെ നോക്കി അങ്ങനെ വിളിക്കണ്ടായിരുന്നു. ഞാനത് ആരെ നോക്കി പറയുന്നത് ചിന്തിച്ചിരുന്നത്. നമ്മളെപ്പോഴും കാണുന്നതും കഴിക്കുന്നതായിട്ടുള്ള സാധനമാണ്. പഴംപൊരി. ഏത്തപ്പഴം. പഴം. ഞാൻ ഉത്തരം പറഞ്ഞാലും ഏത്തപ്പഴം. കുറച്ചുകൂടെ ഇത് ഇച്ചിരി എളുപ്പമുള്ള ചോദിക്കാം. ചോദ്യമല്ല, ഇതൊരു ചളി ആ ഒരു ടൈപ്പ്. ഒരു ആൺപുലിയും പെൺപുലിയും കൂടെ ഓട്ട മത്സരം നടത്തി. അപ്പൊ പെൺപുലി തോറ്റുപോയി. എന്തുകൊണ്ടാ? പെൺപുലിയുടെ പുറകെയാണോ ആൺപുലി പോയത്? അല്ല. അല്ല. അറിയില്ല, പറയട്ടെ. ആൺപുലി ജയിച്ചോണ്ട് പെൺപുലി തോറ്റു. ആൺപുലി ജയിച്ചതുകൊണ്ടോ? ആൺപുലി ജയിച്ചോണ്ടല്ലേ പെൺപുലി തോറ്റത്. ഇത് ചളിയല്ല, ഇത് തർക്കുത്തരം എന്ന് പറയും ഇതിന്. അടുത്തത് എന്റെ ഊഴം. തവളയുടെ മുൻപിലും കഴുതയുടെ പിൻപിലും കാണുന്നത് എന്ത്? കുസൃതി ചോദ്യാണേ. എന്താ? അക്ഷരം ശരി, ഇതില് ചേച്ചി ജയിച്ചു. ഇനി ചേട്ടന്മാര് പറയാം. അല്ല, അത് ആ ആൻസർ ഞാൻ അതൊന്നും അല്ല ആലോചിക്കുന്നത്. നമ്മളൊക്കെ എങ്ങനെ ജീവിച്ചിരുന്നു അതിനെ കുറിച്ച്. നമ്മുടെ TV ഷോസ് ഒക്കെ അല്ല, എന്താ? ഞാൻ അതിന്റെ അല്ല ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കേൾക്കണം. ഷാഹിന മോളെ, മോളുടെ പെർഫോമൻസ് ഗംഭീരായിരുന്നു കേട്ടോ. താങ്ക് യു. അപ്പൊ പഠിക്കാനും ഓർത്ത് വെച്ചിട്ട് പ്രസന്റ് ചെയ്യാനും ഒക്കെ നല്ല കഴിവുള്ളൊരു കുട്ടിയാണ്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് വരാം അല്ലേ? അപ്പൊ അങ്ങനെ പോവല്ലേ? അതെ, ചക്രവാണി വിശ്വ ആ, എവിടെ? ആളെവിടെ?
അമ്മച്ചി എന്തേ? അതെ ഉച്ചയ്ക്ക് ഇരിക്കട്ടെ. എവിടെ എവിടെ എന്നെ എവിടെ? മോനെ എവിടെ? ബേബി സാർ മരുന്നൊക്കെ കഴിച്ച് യങ്ങായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ യങ്ങായിട്ട് വരുന്ന ബേബി സാറിനെ വെൽക്കം ചെയ്യാൻ ഡാൻസറെ അറേഞ്ച് ചെയ്ത് നിർത്തിയേക്കാം നമ്മുടെ സ്റ്റാൻഡ് കോച്ച്. ആണോ? ആ വിളിക്ക് വിളിക്ക്. പക്ഷെ പുള്ളിക്ക് ഒരു ചെറിയൊരു നാണമുണ്ട്. യങ്ങായതിന്റെ ഒരു നാണം. അത് നാണിക്കേണ്ട കാര്യമില്ലല്ലോ, വന്നാ പോരെ. അല്ല അത് അങ്ങനെയാണല്ലോ, നമുക്കാണെങ്കിൽ ഒരു അല്ല പണ്ടേ നാണമാനില്ലാത്ത അവൻ എന്ത് നാണം? ഞാൻ വിളിക്കാം എന്നാ. ബേബി ചായ വരൂല. അമ്മ വിളിച്ചാലേ വരുവുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കേ. അവൻ കുറ്റം കേട്ടവനായിരുന്നെങ്കിൽ എന്നോട് സ്നേഹം ഉണ്ടാവും. എന്നാ അമ്മച്ചി വിളിക്കും. മോനെ ബേബി വാടാ. இறங்கி வந்தாச்சு கடலை கொந்தளிக்கும் சுனாமியே உண்டாச்சு பட்டன்னு பார்த்தாலே பல்ஸ் தும்பாடி கொட்டுபா மீன் எல்லாம் கூத்தாடுமே இரவ கலரா கொஞ்சம் லேடி சால்ட்டும் நான் தொட்டா ஸ்வீட் ஆகுமே ഹലോ ആരാ? അയ്യോ നീ ഏതാടി? പോയടി എന്റെ വീട്ടിൽ നിന്ന്. ബേബി ചായ. ചേച്ചി മോനെ ബേബി ഇതാരാണിത്? ചേച്ചി ഇത് അമൃത അമൃത അമൃത. എനിക്ക് ഡോറ മതി. ഡോറയോ? ആയിരിക്കണാരാണ്? അത് വിശാരടി. എനിക്ക് ബുജു ബുജു മതി. പൂജി മതി. ആ എന്നെ മനസ്സിലായോ? ഇപ്പുറത്തിരിക്കണത് എന്നെ മനസ്സിലായോ? ആ ആരാ? കുറുനരി വഴി കാണിക്കണ കുറുനരി. ചക്രവാണി. ആ ഇതെന്താ? ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. അവിടെ വൈദ്യര് മരുന്ന് കൊടുത്തു പ്രായം കുറയ്ക്കാനുള്ള. അപ്പൊ 7 ദിവസം 3 നേരം കഴിക്കേണ്ട മരുന്നാണ്. പെട്ടെന്ന് പ്രായം കുറയ്ക്കാനുള്ള ആക്രാന്തം കൊണ്ട് 3 ദിവസം 7 നേരം കൊണ്ട് കഴിച്ചു. അയ്യോ എന്തമ്മേ. അപ്പൊ മോഡർ കടന്നുപോയി. ഇപ്പൊ വൈദ്യര് 3-ാം ദിവസം കണ്ടതുകൊണ്ട് ഈ പ്രായത്തിൽ നമുക്ക് തിരിച്ചു കിട്ടി. എന്റെ കർത്താവേ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? 40-40 വർഷം കൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഈ സാധനത്തിനെ ഞാൻ ഇനി ഒന്നേന്ന് പോലെ റീസ്റ്റാർട്ട് ചെയ്യണമല്ലോ. എന്റെ ഭഗവാനേ, ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ കൊച്ചു വരുമ്പോ ഒരൊക്കത്ത് ഇതിനെയും മറ്റൊക്കത്ത് ഇതിന്റെ അച്ഛനെ എടുത്ത് വെച്ചോണ്ട് ഞാൻ നടക്കേണ്ടി വരുമോ? അതെ, വൈദ്യര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വൈദ്യര് വന്ന് മറുമരുന്ന് കൊടുത്താൽ ചിലപ്പോ പഴയ രീതിയിലായി കിട്ടും. ചേച്ചി എനിക്ക് സാറ്റ് കളിക്കണം. അയ്യോ, കാറ്റ് കളിക്കാൻ ഇവിടെ സ്ഥലമില്ല. അതാണ്. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് തീവണ്ടി കളിക്കാം. ഇവിടെ തീവണ്ടി കളിക്കാം, വാ. ചക്രവാണി. അല്ല ഇവിടെ പരിപാടി നടക്കണേ. അല്ല അല്ല അല്ല, കളിച്ചോ 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 കളിച്ചോ, അല്ലെങ്കിൽ വയലന്റ് ആവും. അല്ല ഇത് അപ്പൊ അത് കരയണ്ട കരയണ്ട. അയ്യോ സൂക്ഷിച്ച് കളിക്കണോട്ടാ. അമ്മച്ചി ഇതിങ്ങനെ പിടിച്ചാ മതിയോ? അല്ലെങ്കിൽ സൂക്ഷിച്ച് കളിക്കണോട്ടാ. അമ്മച്ചി പക്രു, തീവണ്ടിയുടെ സൗണ്ട് ഇടാ. പക്രു, തീവണ്ടിയുടെ സൗണ്ട് ഇടാ. ട്രെയിനിന്റെ സൗണ്ട് ഇടാൻ. അയ്യോ നിനക്ക് മാത്രം എന്താ തീവണ്ടി കേറി തീവണ്ടിയില്. മതി എത്തി എത്തി വന്നോ? എല്ലാരും ഇറക്കിക്കോ തീവണ്ടിന്ന്. എല്ലാരും തീവണ്ടിന്ന് ഇറക്കിക്കോ. എത്ര നേരം സഹിക്കേണ്ടി വരും? എന്റെ ദൈവമേ, ഇച്ചിരി നേരം ചെയ്തപ്പോ തന്നെ വിഷമിച്ചില്ലേ? ഈ ട്രെയിൻ ഓടിച്ചാ ഞാൻ ഇതിനെ പൂനെന്ന് ഇവിടം വരെ കൊണ്ടുപോകുന്നത്. ഭഗവാനെ, ഇവിടെ പരിപാടിയൊക്കെ നടക്കുമല്ലോ. നമുക്ക് ചേട്ടന്മാരുടെ അടുത്തിരുന്ന് ഈ പരിപാടി കണ്ട് കുറച്ചേരം കൈയൊക്കെ അടിക്കാൻ പറ്റും. നല്ല പരിപാടിയാണ്. നല്ല പരിപാടി. അല്ലെങ്കിൽ അതെ, ആ ചേട്ടൻ മുട്ടായിയൊക്കെ തരും നന്നായിട്ട് കൈയടിച്ചാ. അറിയോ? അവിടെ പോയിരിക്കാവോ? ഞാൻ അകത്ത് കൊണ്ടുപോയി കടിച്ച് ഉറക്കാം. അത് നല്ലതായിരിക്കും. ബേബി വാവാവോ, ഫൺ ബേബി വാവാവോ, ബേബി വാവാവോ, ഫൺ ബേബി വാവാവോ. അതെ, അടുത്തതൊരു സ്റ്റാൻഡപ്പ് ഇട്ടോ. അധികം ഒച്ചയില്ലാത്ത സ്റ്റാൻഡപ്പ് മതി. ഓക്കെ, ഉറങ്ങേ. ലെറ്റ്സ് വെൽക്കം ആദിദേവ്.
ഇപ്പൊ ആദിദേവ് വിടുന്ന ഷർട്ടും പാന്റും ഒക്കെ അച്ഛനും അമ്മയും മേടിച്ചു തരുന്നതാണോ ആദിദേവ് തന്നെ സെലക്ട് ചെയ്യുന്നതാണോ? ആ ഞാൻ സെലക്ട് ചെയ്യും. ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ആ. സെലക്ട് ചെയ്യുമ്പോ ഞാൻ തന്നെ സെലക്ട് ചെയ്ത് ഞാൻ തന്നെ എമൗണ്ട് കൊടുക്കും. ആ നിനക്ക് ചില്ലറ പൈസ കിട്ടുന്ന കാരണം നീ തന്നെ സെലക്ട് ചെയ്ത് ഞാൻ തന്നെ സ്വന്തമായിട്ട് എമൗണ്ട് കൊടുക്കുന്നത്. അതായത് അവൻ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. സ്വന്തമായിട്ട് പണിയെടുത്ത് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് ഞാൻ തന്നെ നടക്കുക. എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ ഒരു ഡബിങ് വരുന്നുണ്ടോ? ആ എല്ലാ ആഴ്ചയും വരാറുണ്ട്, ദിവസവും വരാറുണ്ട്. എന്തൊക്കെയാ ഡബ് ചെയ്യുന്നത് താൻ? കാർട്ടൂൺ ഉണ്ട്, സീരിയൽ ഉണ്ട്, സിനിമയുണ്ട്, വെബ് സീരീസ് ഉണ്ട്. കാർട്ടൂണിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന്റെ ഒന്ന് അനുകരിച്ചു ചെയ്യാൻ പറ്റുമോ? കിത്തറേസു എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഇപ്പോ കിത്തറീസു. ആ അതില് കിത്തറേസു എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പൊ അത് പറയുമ്പോ ഏയ് കൊറോസൂക്കേ ഒന്ന് വേഗം ഓടി വാടാ, അവിടെ ഇങ്ങനെ നിക്കാതെ, അമ്മ വേഗം വരൂ, എനിക്ക് സ്കൂളിൽ പോണെന്ന്. ആ നീ വന്നല്ലോ, എന്നാ വാ വേഗം പോവാം, പ്രിൻസിപ്പാൾ നമ്മളെ ചീത്ത പറയും. ഇത് കലക്കി വേറെ ജീവികൾക്ക് വല്ലതും കൊടുക്കാറുണ്ടായിരുന്നോ? ജീവിയെ അങ്ങനെയൊന്നുമില്ല, എല്ലാം മനുഷ്യർ തന്നെയാണ്. ആ പിന്നെ മിമിക്രി ചെയ്യും അങ്ങനെ. എന്നാ രണ്ടെണ്ണം ഇറക്കി വിടുന്നേ. അതെ അതെ. എനിക്ക് ബിന്ദു ചേച്ചിയുടെ ഒന്ന് കേട്ടാ കൊള്ളാന്നുണ്ട്. എനിക്ക് സുരേഷ് ഏട്ടൻ മതി. എന്നാ രണ്ടുപേരോടും കേൾക്കണം. ആ ഓക്കെ. അപ്പൊ ആദ്യം ബിന്ദു പണിക്കർ. എടാ രമേശേ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഞാനായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ തോറ്റു. എങ്ങനെയാ? അവറ്റുകൾക്ക് എന്നോട് സ്നേഹം ഇല്ലല്ലോ. അടുത്തത് വിനയ് ഫോർട്ട്. ഹലോ രമേശ് ചേട്ടാ, ഹലോ പക്രു ചേട്ടാ, ഹലോ ആര്യ മാഡം. അപ്പോ ഞാൻ ഫൺ ബേബി ഫൺ എന്ന പരിപാടി എല്ലാ ശനി ഞായറും കാണാറുണ്ട്. അടിപൊളി പരിപാടിയാണ്. അപ്പോ ഇനി ഈ പരിപാടി വർഷങ്ങളോളം പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. വേറെ നമ്മുടെ സുരേഷ് ഏട്ടൻ. നിങ്ങൾ എന്താ പറയുന്നേ? നിങ്ങൾ ആളറിഞ്ഞ് കളിക്കണം. പാർലമെന്റിൽ നിന്ന് വരുമ്പോ പാർലമെന്റിലെ ചോദ്യം ചോദിക്കണം. കക്കൂസിന്ന് വരുമ്പോ കക്കൂസിലെ ചോദ്യം ചോദിക്കണം. ചായക്കടയിൽ നിന്ന് വരുമ്പോ ചായക്കടയിലെ ചോദ്യം ചോദിക്കണം. രമേശേ അടിപൊളി. വേണ്ട കേട്ടോ, കൊള്ളായിരുന്നു കേട്ടോ, താങ്ക് യു. അത്യാവശ്യം കൊള്ളാം. പിന്നെ വേറെ ജീവികളൊന്നും നീ ഇല്ല. ചെയ്ത സുരേഷ് ഏട്ടനൊരു ഉമ്മൻചാണ്ടി കയറിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഏതാ? അല്ലല്ല ഇതിപ്പോഴത്തെയാ. നിങ്ങളൊക്കെ ആരാ? വേറെ സാധനമാ. ഉമ്മൻചാണ്ടി സാർ വേറെ ആണല്ലോ. അതൊന്നും കാണിച്ച് ഉമ്മൻചാണ്ടി സാറിന്റെ നിങ്ങളൊക്കെ ആരാണ്? നിങ്ങളൊക്കെ ആരാ? ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്തെന്ന് കേട്ടോ. രമേശ് ചേട്ടൻ ഇതുപോലെ മിമിക്രി ട്രൈ ചെയ്യാൻ നേരത്ത് ട്രൈ ചെയ്യാത്ത ഒരാളുടെ വോയിസ് ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയി. ഞാൻ കാർട്ടൂൺ ഡബ് ചെയ്യുന്ന കഥ അറിയോ നിങ്ങൾക്ക്? ഈ കാർട്ടൂണൊക്കെ വന്ന കാലത്ത് അത് ഞാൻ ചോദിക്കാനിരിക്കുന്നു. ഒന്ന് രണ്ട് ജീവികളെ നീ അനുകരിക്കൂലായിരുന്നോ? അതായത് കാർട്ടൂൺ വരുന്ന കാലത്ത് രണ്ട് രീതിയില്ല. കാർട്ടൂൺ ആദ്യം ഈ ലിപ്പ് ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് കാർട്ടൂൺ എല്ലാ ഭാഷയിലേക്കും പോകുമായിരുന്നു. ഡബ് ചെയ്ത് വിട്ടാന്ന് പറഞ്ഞാൽ ലിപ്സിങ്ങിന്റെ പ്രശ്നമില്ല. പിന്നെ കാർട്ടൂൺ ഡബ് ചെയ്തതിന് ശേഷം അനിമേഷൻ ചെയ്യാൻ തുടങ്ങി. കാരണം ഈ ലിപ്പിനനുസരിച്ച് വേണമല്ലോ അനിമേഷൻ ചെയ്യാൻ. അപ്പൊ ആദ്യം ഡബിങ്ങും അത് കഴിഞ്ഞാണ് അനിമേഷൻ എന്നുള്ള അവസ്ഥയിലും കുറെ കാർട്ടൂണുകൾ വന്നു. പിന്നെ ഇവിടെ ചില ചാനലുകൾ വന്നിട്ട് ചാറപ്പുറം 24 മണിക്കൂറും കാർട്ടൂൺ വന്ന സമയത്ത് എപ്പോ ഗതിയില്ലെങ്കിലും വിളിച്ചാലും സ്റ്റുഡിയോയിൽ കാർട്ടൂൺ ചെയ്യാൻ കിടപ്പുണ്ടാവും. ഞാനൊക്കെ എപ്പോ പട്ടിണിയാന്ന് തോന്നിയാലും നേരെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു 5-6 ജീവികൾക്കും ഇതിനും ഒക്കെ സൗണ്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അല്ലു അർജുന്റെ പടങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഡബിങ് വരില്ലേ, അതിനകത്തൊക്കെ ആർക്കൊക്കെയോ, കാരണം സാധാരണ മെയിൻ ഹീറോസിന് അവർക്കൊക്കെ ഓരോരുത്തർ ശബ്ദം കൊടുക്കും. ഞാനൊക്കെ പോയാലൊരു 10-15 പേര്, ഒരു 4 വഴിപോക്കൻ, 4 അവര് ഇവര് എന്നൊക്കെ പറയുന്ന കുറെ ആളുകൾക്ക് ചെയ്തു കൊടുത്തു വിടും. ശരി. അവന്മാരുടെ കോമഡിക്കൊക്കെ അങ്ങനെ അയ്യോ ചേട്ടാ ഇത് എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ ചെയ്യും. ഏറ്റവും കൂടുതൽ ഇപ്പം സീതാരാമം എന്ന് പറയുന്ന പടത്തില് മലയാളത്തില് ദുൽഖറിന്റെ കൂടെയുള്ള നാടകം മുഴുവൻ ചെയ്തേക്കണ ഞാനാണ്. ഓ ശരി. കാർട്ടൂൺ ചെയ്തല്ലോ, അതിന്റെ 1-2 വോയിസ് ഒന്ന് കേൾപ്പിക്കും. കാർട്ടൂണൊക്കെ അതൊക്കെ വേറൊരു പരിപാടിയായിരുന്നു. പക്കച്ചേട്ടന് പറ്റുമോ? ഇത് ഞാനൊക്കെ കാർട്ടൂൺ ആണെങ്കിലും ചില മുതലക്കൊക്കെ ഓടാ പെരുവയറാ നീ വന്ന് വാ നിന്നെ ഇന്ന് ഞാൻ തിന്നും. ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി? ഇവിടെ വാടാ. നിന്റെ നമ്പർ ഞാൻ ഈ വഴിക്ക് പൊക്കോളാം. ശരി. നല്ല രസമുണ്ട്. നിങ്ങളിലൊക്കെ കുട്ടികളുണ്ട്. എല്ലാവരിലും ഒരു കുട്ടി ഉണ്ടല്ലോ. നമ്മൾ എത്ര ഏജ് ആയാലും ആര്യടയിൽ ഉറപ്പായിട്ട് ഒരു കുട്ടിയുണ്ട്. പെർഫോമൻസിലോട്ട് പോയാലോ? ഹായ് ഹലോ, ഞാൻ ആദിദേവ്. ഞാനൊരു തോൽവിയാണെന്ന് തോന്നുമ്പോ ഡബിൾ തോൽവിയായ എന്റെ ചങ്കിനെ അങ്ങ് ഓർക്കും. അപ്പോ ഇന്നത്തെ എന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ചങ്ക്.
പരീക്ഷ എങ്ങനെ എഴുതുമെന്ന് ആലോചിച്ചിരിക്കുമ്പോ കോപ്പി അടിക്കാൻ പഠിപ്പിച്ചു തന്നവൻ ചങ്ക്. നമ്മൾ ഈ ചങ്കുകളെ കണ്ടുമുട്ടുന്നതിനുള്ള കാരണം അത് നമ്മുടെ തലവരെയാണ്. പിന്നെ നമ്മൾ അവരെ പരിചയപ്പെടും, കാരണം വരാനുള്ളത് വഴി തങ്ങില്ല. പിന്നെ നമ്മൾ അവരായിട്ട് മിണ്ടും, കാരണം നമ്മുടെ ഗൃഹപ്പിഴ. പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോ നമ്മൾ അവരായിട്ട് കമ്പനിയാവും, കാരണം കണ്ടകശനി കൊണ്ടേ പോകും. ഹൃദയം സിനിമയിലെ പോലെ ഓരോന്ന് എഴുതാനും വരയ്ക്കാനും ഇവിടെയും ഒരു സീക്രട്ട് ആലി ഉണ്ടെന്ന് പറഞ്ഞ് സ്കൂളിലെ മൂത്രപ്പര കാണിച്ചു കൊടുക്കുന്നവനാണ് എന്റെ ചങ്ക്. ഈ ചങ്കുകളെ സന്തോഷിപ്പിക്കുക എന്ന് പറയണത് 50 ജീവനുള്ള തവളകളുടെ ഭാരം അളക്കുന്ന മാതിരിയാ. കാരണം ഒരെണ്ണത്തിനെടുത്ത് ത്രാസിൽ വെക്കുമ്പോഴേക്കും മറ്റേത് ചാടിപ്പോവും. ഈ ഐഡിയക്ക് ദാരിദ്ര്യം വന്നാലും ചങ്കുള്ളിടത്തോളം കുരുട്ടുബുദ്ധിക്ക് ഒരിക്കലും ക്ഷാമം വരില്ല, അതുപോലെ പ്രശ്നങ്ങൾക്കും. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസം ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യാ. പെട്ടെന്ന് അവന് കക്കൂസി പോകാൻ മുട്ടി. അങ്ങനെ അവൻ അവിടെ ചെന്ന് ഇരുന്ന് മേളിലേക്ക് നോക്കുമ്പോ ഒരു വചനം എഴുതി വെച്ചേക്ക: ലോകം ചന്ദ്രനിൽ എത്തിക്കഴിഞ്ഞു, നീ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുകയാണോ? അപ്പൊ തന്നെ അവൻ അതിന്റെ അടിയിൽ എഴുതി വെച്ച്: ചന്ദ്രനിൽ വെള്ളമില്ലല്ലോ, ഇതാ കഴിഞ്ഞു, ഉടനെ തിരിച്ചു പോവാ. എന്റെ ഈ ചങ്ക് എന്ന് പറയണത് ഭയങ്കര നാണുള്ളൊരു കൂട്ടത്തിലാ. അപ്പൊ രമേശ് ഏട്ടാ, അവൻ ഈ ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ലൂസ് മോഷൻ അടിച്ച്. ഈ സംഭവം എങ്ങനെയെങ്കിലും ഡോക്ടറിന്റെ അടുത്തൊന്ന് പറയണം. അപ്പൊ ഇവനിങ്ങനെ ആലോചിച്ച് ഒരു ന്യൂജൻ സ്റ്റൈലിൽ പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ന്യൂജൻ സ്റ്റൈലിൽ അങ്ങോട്ട് പറഞ്ഞു: ഡോക്ടർ, ഇന്ന് രാവിലെ മുതൽ എനിക്ക് അൺലിമിറ്റഡ് ഫ്രീ ഔട്ട് ഗോയിങ്ങും പിന്നെ വയറ്റിൽ നിന്ന് പുതിയ റിംഗ് ടോണും കേൾക്കാം. റീചാർജ് ചെയ്താൽ 1 മിനിറ്റ് കൊണ്ട് തന്നെ ബാലൻസ് തീർന്നു പോകും. ക്യാൻ യു പ്ലീസ് ഡിസ്കണക്ട് ദിസ് ഓഫർ? ഇത് കേട്ട ഡോക്ടർ 4 മാസത്തെ മെഡിക്കൽ ലീവ് എടുത്തുന്നൊക്കെയാണ് കേട്ടത്. ഞാൻ എന്റെ ചങ്കിനെ പറ്റി ഇത്രയൊക്കെ പറഞ്ഞാലും ഈ അവന്റെ ഈ ചെറു പ്രായത്തിൽ തന്നെ ലൈഫിനെ കുറിച്ച് ഇത്ര അറിവുള്ളൊരു കുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചേടാ, ഈ അറേഞ്ച് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ നല്ലത് എന്ന്. അവൻ പറയാ: കയ്പയ്ക്ക ഉപ്പേരിയാക്കിയാലും കറി വെച്ചാലും കയ്പ് തന്നെയല്ലേ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് എന്റെ ചങ്ക് എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞത്: എടാ, നിനക്കറിയോ, ഇൻസ്റ്റഗ്രാമിലെ പ്രണയവും പിന്നെ അയൽ വീട്ടിലെ ഇറച്ചിക്കറിയുടെ മണവും രണ്ടും നമ്മളെ കൊതിപ്പിക്കും, പക്ഷെ രണ്ടും കിട്ടാനും പോകുന്നില്ല. ഒരു ദിവസം ഞങ്ങളുടെ സ്കൂളില് കലോത്സവത്തിന്റെ സമ്മാനദാന ചടങ്ങ് നടക്കായിരുന്നു. എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ സമ്മാനം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം കിട്ടുന്നില്ല. ഇത് കണ്ടിട്ട് അവൻ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു: എടാ, ഒന്നും അല്ലാത്ത നമ്മള് ലോകത്ത് പൊന്നാട് എണീച്ച് സ്വീകരിക്കുന്ന ഒരേ ആൾക്കാരേ ഉള്ളൂ, അത് നമ്മുടെ ബാർബർ ചേട്ടന്മാരാണ്. എന്റെ മാതാപിതാക്കൾ എപ്പോഴും പറയും, നിന്റെ കൂട്ടുകെട്ടാണ് നിന്നെ വഷളാക്കണേന്ന്. രമേശ് ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സോഡ എത്ര കാലമായി ബ്രാൻഡിന്റെ ഒപ്പം കൂടിയിട്ട് ഇതുവരെയായിട്ടും സോഡയ്ക്കൊരു ചീത്തപ്പേര് കേട്ടിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും നല്ല സൗഹൃദം എന്ന് പറയണത് കരിമ്പ് പോലെയാണ്. അതെത്ര വളച്ചാലും ഒടിച്ചാലും പിഴിഞ്ഞാലും ചതച്ചാലും അതിൽ നിന്ന് മധുരമാണ് കിട്ടുക. നന്ദി, നമസ്കാരം. നന്നായിരുന്നു കേട്ടോ. പിന്നെ രമേശ് ചേട്ടാ, ഒരു കാര്യം എടുത്തു പറയണം. ആദ്യന്റെ ലാസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് ടെലികാസ്റ്റ് വന്നപ്പോഴേ കുറെ കുട്ടി ആരാധകര് ഇവനെതിരെ കുറെ നല്ല കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവനെതിരെ നല്ല കമന്റ് ഇട്ടെന്നോ? ഇവന് സപ്പോർട്ട് ഇട്ടാട്ടോ, സോറി, ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറെ നല്ല മക്കള് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് ആദിച്ചേട്ടാ, അങ്ങനെ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട്. പരിപാടിക്കൊക്കെ വലിയ പ്രത്യേകതയുണ്ട്. ഇവിടെ പ്രായത്തിന്റെ പ്രശ്നമില്ലല്ലോ. സംസാരിച്ച് തുടങ്ങിയ ആർക്കും സംസാരിക്കാൻ പറ്റുന്ന ആർക്കും അങ്ങ് അറ്റം വരെയുള്ള ആർക്ക് വേണേലും വരാവുന്ന ഒരു പരിപാടിയാണ് ഇത്. നിങ്ങൾ നമ്മൾ തുറന്നിട്ടേക്കാണ്, ആർക്കും വന്ന് അംഗം പറ്റാൻ പാകത്തിന് വെച്ചേക്കുന്നത്. കമന്റ് ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. എന്താ കമന്റ് ഇട്ടത്? അമൃതയുടെ പ്രോഗ്രാം കാണാനായിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അമൃത ഉള്ളതുകൊണ്ട് ഞങ്ങള് പ്രോഗ്രാം കാണുന്നുണ്ട്. ഇതിനു വേണ്ടി അമൃതയുടെ അമ്മയ്ക്ക് 4 ഫോണും 5 ഫേക്ക് ഐ ഡി എടുത്തു കൊടുത്തേക്കുവാണ്. എവിടെ അമൃതയുടെ ഫോട്ടോ ഉണ്ടല്ലോ? വെറുതെ അല്ല, അവിടെ ഇരുന്ന് കുത്തുന്നതാണ് അമ്മ. ഇങ്ങനെ ബെസ്റ്റ് ഫ്രണ്ടിനെ കൊണ്ട് തലവേദന ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ? നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തരാമോ? എത്ര എണ്ണം? ഒരു ദിവസം ഒരുത്തും ഫോൺ വിളിച്ചേക്കോ, എടാ ഷാറിന് എവിടെ ഉണ്ട്? ഞാൻ തൃപ്പൂണിത്തുറ. നീ എവിടാ? ഞാൻ കലൂരാ. നിനക്കൊന്ന് കലൂര് വരെ വരാവോ? ഞാൻ ചോദിച്ചാൽ എന്തിനാ? കല്യാണം വിളിക്കാനാണ്. അവന്റെ കല്യാണം വിളിക്കാനാ ഞാൻ കലൂര് വരെ പോവാൻ പറയുന്നേ. എന്നിട്ട് വേറെ തന്നെ ഉണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ട് കിട്ടിയോന്ന് വിളിച്ചു ചോദിക്കും.
ആ മൊബൈൽ വന്ന കാലത്ത് എനിക്ക് ഗുഡ് മോർണിംഗ് എന്ന് മെസ്സേജ് അയച്ചിട്ട് അത് കിട്ടിയോന്ന് വിളിച്ചു ചോദിക്കും എല്ലാ ദിവസവും. അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്കില്ലേ? ആ, ടിനിച്ചേട്ടാ. പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ ടിനിച്ചേട്ടൻ, പോരെ? അയ്യ, അത് നമുക്കറിയാം. അതിൽ കൂടുതൽ തിനിച്ചേട്ടൻ മാത്രല്ല, പിഷാരടി എന്റെ ബെസ്റ്റ് Best friend ഫ്രണ്ടാണ്. ആണ്. മതിയല്ലോ. സൂപ്പർ. അപ്പൊ നമ്മുടെ ആദ്യയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ആദിയുടെ പ്രകടനം വളരെ നല്ലതായിരുന്നു. കുറെ നല്ല തമാശകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരിക്കൽ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ചെറുതായിട്ട് നമ്മൾ ഈ രണ്ട് രീതി പറയാം. ഒന്ന്, നമ്മൾ പ്രസംഗ മത്സരത്തിന് പേര് കൊടുക്കുമല്ലോ, പ്രസംഗം. ഇത് നമ്മൾ എപ്പോഴും പറയുകയല്ലല്ലോ, അവതരിപ്പിക്കുകയാണ് അല്ലേ? സ്റ്റാൻഡപ്പ് പെർഫോമൻസ് അവതരിപ്പിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഈ അവതരണം എന്ന വാക്ക് വരുമ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് ഒരു ആർട്ടുണ്ട്, അവതരണത്തിനൊരു ആർട്ടുണ്ട്. ഇനി ഈ കഴിഞ്ഞ പ്രകടനത്തെ അപേക്ഷിച്ച് ഇത്തവണത്തെ ഒരു അവതരണം പല സന്ദർഭങ്ങളിലും ഒരു പ്രസംഗം എന്നുള്ള രീതിയിൽ കുറച്ചൊക്കെ ഒരു മോട്ടിവേഷൻ സ്പീക്കർമാരൊക്കെ ഇപ്പൊ സംസാരിക്കുന്ന ചില വഴികളുണ്ടല്ലോ, അതുപോലെ ഉള്ള ചില കാര്യങ്ങളായിട്ട് കരിമ്പെടുത്ത് പിഴിഞ്ഞാലും ചിരിഞ്ഞാലും അതിൽ അത് ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ എന്നുകൊണ്ട്. അല്ലെങ്കിൽ തന്നെയും എന്റെ ചങ്കുണ്ട്, ആ ചങ്കിനെ ഞാൻ കാണുമ്പോൾ അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ചെയ്യുന്നതിലും നല്ലതാണല്ലോ ഇവൻ ഇങ്ങനെ ഇതിന്റെ ഒരു ശൈലി കൊണ്ട് എനിക്ക് ചെറിയൊരു പ്രഭാഷണം ഫീൽ ചെയ്തു. അത് കുറച്ചുകൂടെ ഹ്യൂമറിൻ്റെതായ ഒരു ഈണത്തിലും താളത്തിലും വന്നാൽ നന്നായിരുന്നു എന്ന് തോന്നി. അല്ലെങ്കിൽ പ്രഭാഷണത്തിന്റെ ശൈലിയിലുള്ള ഹ്യൂമറുകൾ കൊണ്ടുവന്നാലും നന്നായിരുന്നു എന്ന് തോന്നി. ഇത് നമ്മൾ പറഞ്ഞു വിറ്റും അവതരിപ്പിച്ച ശൈലിയും തമ്മിൽ ചെറിയൊരു ചേരായ്മ ഇന്ന് തോന്നി. പക്ഷെ അത് നമ്മൾക്ക് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ഇനിയും ഗംഭീരമായിട്ട് ചെയ്യാം. ആ ട്രെയിനിൽ എഴുതി വെച്ചിട്ട് എന്തായിരുന്നു പറഞ്ഞേ? ലോകം ചന്ദ്രനിൽ എത്തിക്കഴിഞ്ഞു, നീ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ കുറെ ആൾക്കാര് ഇതുമായിട്ട് ഇരിക്കാറുണ്ട്, മൊബൈലുമായിട്ട്. ഒരു കാര്യമില്ലാതെ കുറ്റം പറയുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ലോകത്ത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതൊന്നും ചെയ്യാതെ ഇങ്ങനെ മാറിയിരിക്കുന്ന കുറെ, അവരെ ഉണർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയുള്ള കുറേ നല്ല നല്ല കാര്യങ്ങൾ ഇതിനിടയിൽ ഇങ്ങനെ പറഞ്ഞു. ക്ലൈമാക്സും നല്ല രസമുണ്ട്, നല്ല ടച്ചിങ് ആയിട്ടുള്ള നല്ല ക്ലൈമാക്സ് ആയിരുന്നു പറഞ്ഞ് നിർത്തിയതും. ചുരുക്കത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇംപ്രസ്ഡ് ആയി, കലക്കി കളഞ്ഞു. നല്ല ഭാവിയുണ്ട്, ഭാവി പോവാതെ നോക്കണം കേട്ടോ. അങ്ങനെ ഇരിക്കരുത്, ഉണരണം. ഒരു എഴുത്തുകഥ ഉണ്ട് കേട്ടോ, അതായത് ഈ ടോയ്ലറ്റിൽ എഴുതുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളൊരു ചാനലിന്റെ ഓഫീസിൽ പോയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഞങ്ങളുടെ കൂടെ ലിഫ്റ്റിൽ കൂട്ടത്തിൽ കയറും. ഞങ്ങളുടെ കൂട്ടത്തിൽ ലിഫ്റ്റിൽ കൂട്ടത്തിൽ കയറിയിട്ട് പുള്ളി മേളിലത്തെ നില വരും. 8ാമത്തെ നിലയിലാണ് ഈ ചാനലിന്റെ ഓഫീസ്. ഈ 8ാം നിലയിൽ വരെ വരും. എന്നിട്ട് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ സെക്യൂരിറ്റി ചിരിച്ച് ലിഫ്റ്റ് നിൽക്കും. നമ്മൾ 8ാമത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് പോകാൻ വേണ്ടി വെച്ച് ഡോറ് തുറക്കുമ്പോൾ സെക്യൂരിറ്റി അതിനകത്ത് നിൽപ്പുണ്ടാവും. നമ്മുടെ കൂടെ താഴത്തേക്ക് വരും, പുറത്തിറങ്ങി നിൽക്കും. അപ്പൊ പിറന്നു നോക്കുമ്പോൾ ആര് ലിഫ്റ്റ് കയറിയാലും സെക്യൂരിറ്റി ഇതിന്റെ കൂട്ടത്തിൽ കയറും. സെക്യൂരിറ്റി 10-15 കൊല്ലം മുമ്പാ സെക്യൂരിറ്റി ഇങ്ങനെ കൂടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യും. ഇത് 2-3 തവണ കണ്ടപ്പോ ഞാൻ ഈ സെക്യൂരിറ്റിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എല്ലാ ട്രിപ്പിലും മേളിട്ടും താഴെട്ടും പറഞ്ഞ, നിങ്ങൾക്ക് ഇവിടെ താഴെ നിന്നാ പോരെ? പുള്ളി പറഞ്ഞല്ല, ലിഫ്റ്റ് ഇപ്പൊ പെയിന്റ് ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കൂടെ കയറുന്ന. എന്താ? അതേ, കൂടെ കയറിയില്ലെങ്കിൽ ആരാണ്ട് ഈ ലിഫ്റ്റിനകത്ത് MD തെണ്ടിന്ന് എഴുതി വെക്കുന്നുണ്ടെന്ന് എല്ലാ തവണയും. ഇപ്പൊ ക്യാമറ ഉണ്ട്, അന്ന് ഈ MD തെണ്ടിന്ന് എഴുതി വെച്ച് മൊത്തം എഴുതി വെച്ച കാരണം പെയിന്റ് ചെയ്തേക്കും, എന്നിട്ട് ഇയാള് കൂട്ടത്തിൽ കയറണോ? ആദ്യകൂട്ടാ, അപ്പൊ പഴയ ആദ്യമായിട്ട് നീ അടുത്ത പ്രാവശ്യം തിരിച്ചു വരണം. തെറ്റല്ലേ? ഓക്കെ, താങ്ക് യു. ഇവിടെ ആകെ പ്രശ്നമായിട്ടിരിക്കുന്നു. പേടിക്കണ്ടെന്നേ. ഇപ്പൊ നിങ്ങൾക്ക് വന്നത് നന്നായി. തെറ്റു പറ്റിയാ നമ്മളത് തിരുത്തുക. അതെ, പൂനെയിലുള്ള യോഗി സോറി പറയാൻ വേണ്ടി വന്നതാ, അല്ല മറുമരുന്ന് തരാൻ വേണ്ടി വന്നതാ. വൈദ്യരെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇത് ആരായി വന്നേക്കണേ? ഞാൻ എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട് കേട്ടോ. എലിപ്പത്തായം, വിധേയൻ എല്ലാം. ഞാൻ ഭയങ്കര ഒരു ആരാധികയാ. അയ്യോ, ഞാൻ ആരാന്ന് വിചാരിച്ചേ? അടൂരല്ലേ? അല്ലല്ല, ഇത് പൂനെയിലുള്ള മറ്റേ യോഗി. പൂനൂര് എന്നാ പൂനെയിലുള്ള അടൂര്. എന്റെ പൊന്നു സ്വാമി, നിങ്ങൾ എന്ത് അക്രമമാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്? എന്റെ പൊന്നുകുട്ടി, ഞാനല്ല അക്രമം കാണിച്ചേ, നിങ്ങളുടെ ഭർത്താവാണ് അക്രമം കാണിച്ചേ. ഏത് മരുന്ന് കഴിക്കണം എന്നുണ്ടെങ്കിലും അതിന് ചിട്ടവട്ട സമ്പ്രദായത്തോടുകൂടി കഴിക്കണം, അല്ലാതെ ആക്രാന്തം കാണിച്ചു മറ്റുവരെ തിന്നരുത്. അതാണ് നിങ്ങൾ എന്ത് മരുന്നാ കൊടുത്തത് സാറിന്?
ഈ കൊടുത്ത മരുന്നിന് IMA സർട്ടിഫിക്കേഷൻ വല്ലതും ഉണ്ടോ? അയ്യോ, ഇത് പാരമ്പര്യ വൈദ്യമാണ്. ഇതിന് അങ്ങനെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഞങ്ങൾ പരമ്പരാഗതമായി ഞങ്ങളുടെ യുഗാന്തരങ്ങളായിട്ട് ഞങ്ങളുടെ കാർന്നന്മാരെ ഇങ്ങനെ ഉണ്ടാക്കി വിറ്റ് കൊടുക്കുന്ന ഒരു വരുതാ ഇത്. ഞാൻ പ്രത്യേകം ഇതിന്റെ ഒരു കൂട്ട് പറഞ്ഞുതരാം. ഈ പൂനാലയത്തില് ഹിമാലയം അല്ല, അത് ഹിമാലയം വേറെ. ഇത് പൂനെയിലുള്ള ഒരു ആലയത്തില് ഒരു ചെടിയുടെ 8 വേരും 8 വിത്തും 8 ഇലകളും 8 പുഷ്പങ്ങളും പച്ചയായ മണ്ണ് കുഴച്ചെടുത്ത് ആ പച്ചച്ചട്ടിയിൽ വെച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചാൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോ അതിനകത്ത് കുറച്ച് ഇഞ്ചിയും പച്ചകളും സവാളയും മുട്ടയും അല്ല റൂട്ട് മാറിപ്പോയി. ആ പച്ചച്ചട്ടിയില് ഇത്തരം വിത്തും വേരുകളെല്ലാം ഇട്ട് നല്ലോണം തീ കത്തിച്ച് ആറ്റി ഊറ്റിയെടുത്താണ്. നല്ല ഊറ്റ ഇത് 8 മുട്ടും തിരിയാത്ത കൊച്ചിനെ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിന് വല്ല പരിഹാരം ഉണ്ടോ? അതല്ലേ ഞാൻ വന്നത്. പരിഹാരമുണ്ട്. പക്ഷെ പരിഹാരം എന്ന് പറയുമ്പോ ചെറിയൊരു പ്രശ്നം പരിഹാരത്തിലും ഉണ്ട്. അതായത് 2 മരുന്നുണ്ട്. ഇതിൽ ഒരെണ്ണം കഴിച്ചാൽ 10 വയസ്സ് കൂടും, ഒരെണ്ണം കഴിച്ചാൽ 10 വയസ്സ് കുറയും. ഇതിന്റെ ലേബൽ പോയതുകൊണ്ട് ഏതാണ് പ്രായം കുറയണത്, ഏതാണ് പ്രായം കൂടുന്നത്, ഏതാണ് പ്രായം കൂടുന്നത്, ഏതാണ് പ്രായം കുറയണത് എന്നുള്ള കാര്യത്തിൽ ചെറിയ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പേടിക്കാനില്ല. നമ്മളിത് കൊടുത്ത് പ്രായം കുറഞ്ഞാൽ ഇത് കൊടുത്ത് പ്രായം നമുക്ക് കൂട്ടാം, ഇത് കൊടുത്ത് പ്രായം കൂടിയാൽ ഇത് കൊടുത്ത് പ്രായം കുറയ്ക്കാം. മറുമരുന്ന് അത് ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾ കൊടുത്തിട്ട് അത് ഉപകാരപ്പെടും. എഴുന്നേറ്റ് ഇപ്പൊ പാല് പോയി. പാലിന് പകരം ഇതങ്ങോട്ട് കൊടുക്കാം. പാലാണെന്നും പറഞ്ഞ് നമ്മൾ കൊച്ചുകുട്ടികൾക്ക് മരുന്ന് കൊടുക്കണ്ടല്ലേ. ചിലപ്പോ പാലാണെന്ന് പറഞ്ഞു കൊടുക്കും, ചിലപ്പോ മിഠായി ആണെന്ന് പറഞ്ഞു കൊടുക്കും, പാപ്പം എന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ വിളിക്കാം കൊച്ചിനെ. നീ യോഗിയല്ല കേട്ടോ, നീ ദ്രോഹിയാ. സ്വപ്നം കണ്ട് പിഷാരടിയാണോ? അത് നിന്റെ കെട്ടിയോളാ. വാ ചേച്ചി ധൈര്യമായിട്ട് കൊടുത്തോ. എങ്ങനെയും ഉള്ളിൽ ചെന്നാ അതെ യോഗി, ഈ കഴിക്കുന്നത് ഇപ്പൊ ശരിക്കും 10 വയസ്സ് കുറയുന്ന മരുന്നാണോ അതോ കൂടാനുള്ള മരുന്നാണോ? നിങ്ങൾ ധൈര്യമായിട്ട് കൊടുക്ക്. മറുമരുന്നല്ലേ. കറുത്ത പാല് വേണ്ട, എനിക്ക് പാപ്പം മതി. അയ്യോ, ഇത് കറുത്ത പശുവിന്റെ പാലായതുകൊണ്ടാണ് കറുത്തിരിക്കുന്നത്. ഇത് കുടിച്ചാലേ ഈ ചേച്ചിയുടെ കൂടെ കളിക്കാൻ പറ്റൂട്ടോ. ചേച്ചിയുടെ കൂടെ കളിക്കണ്ടേ? കുറച്ച് കുടിച്ചാ മതി. ഉറപ്പുണ്ടോ? പോയി മുതലെവിടെ പോയി? ബേബി എങ്ങും പോയിട്ടില്ല. അവൻ 10 വയസ്സ് കുറഞ്ഞ് പിന്നെയും എന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് പോയി. നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. മൈ ജി ഫ്യൂച്ചർ മൈ ഇൻസ്പിറേഷണൽ സ്റ്റോറി. ഇതൊരു NRI കഥയാണ്. ഇത് ചില നമ്മുടെ ആക്ട് ഓഫ് ജസ്റ്റേഴ്സ്, ചിലരുടെ ചില പെരുമാറ്റങ്ങൾ നമുക്കുണ്ടാക്കുന്ന അത്ഭുതം, അല്ലെങ്കിൽ അവരതിനു വേണ്ടി കാണിക്കുന്ന എഫേർട്ട്, അതിലൂടെ കാണിക്കുന്ന ചില ബഹുമാനങ്ങൾ, ഇതൊക്കെ ഉണ്ടല്ലോ. 1994 മറ്റേ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ശങ്കർ ദയാൽ ശർമ്മ മസ്കറ്റ് സന്ദർശിക്കുകയാണ്. മസ്കറ്റ് രാജ്യത്തിലേക്ക് ഔദ്യോഗികമായിട്ടുള്ള ട്രിപ്പ് പോവുകയാണ്. അദ്ദേഹം ഇവിടുന്ന് വിമാനത്തിൽ മസ്കറ്റിലെത്തി, മസ്കറ്റിൽ ഇറങ്ങി. പൊതുവെ ഈ ഗൾഫ് നാടുകളിൽ ആ സമയത്തും ഒക്കെ അങ്ങനെ എയർപോർട്ടിൽ ഒരു പ്രസിഡന്റ് വരുമ്പോൾ എയർപോർട്ടിൽ പോയി അവിടുത്തെ രാജാവ് സുൽത്താൻ റിസീവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചടങ്ങില്ല. കാരണം അവിടെ രാജഭരണമാണല്ലോ. പക്ഷെ ശങ്കർ ദയാൽ ശർമ്മ അവിടെ എത്തുമ്പം എയർപോർട്ടിലെത്തുകയും എയർപോർട്ടിലെത്തി വിമാനത്തിൽ ചെന്ന് അദ്ദേഹത്തിനെ അവിടുത്തെ സുൽത്താൻ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം കാറ് കയറിയപ്പോൾ അവിടെ ഷോഫർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് ഡ്രൈവറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് സുൽത്താൻ പറഞ്ഞു, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യാം ശങ്കർ ദയാൽ ശർമ്മയെ കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഡ്രൈവ് ചെയ്ത് ഹോട്ടലിലേക്ക് കൊണ്ടുപോയി, സംസാരിച്ചു, തിരിച്ചു പോന്നു. പക്ഷെ അന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ വലിയൊരു അത്ഭുതത്തോടെ നോക്കി. കാരണം ഇന്ത്യ പോലൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ ഇങ്ങനെ തന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകേണ്ടൊക്കെ ആവശ്യം ഒമാനിലെ സുൽത്താൻ ഉണ്ടോ എന്നുള്ളൊരു സംശയം തോന്നി. പക്ഷെ പിന്നീട് അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി, ഒമാനിലെ സുൽത്താൻ ഇന്ത്യയുടെ പ്രസിഡന്റിനെ കൊണ്ടുപോയതായിട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സൗഹൃദങ്ങളല്ല, അല്ലെങ്കിൽ ഈ ചെയ്യുന്നതിനെല്ലാം ഒരു പ്രോട്ടോകോളിന്റെ പ്രശ്നമുള്ളൂ. ഒമാനിലെ സുൽത്താൻ പൂനെയില് പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്.
അദ്ദേഹം പൂനെയിൽ പഠിക്കുന്ന കാലത്ത് ശങ്കർ ദയാൽ ശർമ്മ അദ്ദേഹത്തിന്റെ അധ്യാപകനായിരുന്നു. നിങ്ങൾ ഈ ചെയ്ത ആക്ടുകളെ മുഴുവൻ ഒരു വിദ്യാർത്ഥി അയാളുടെ അധ്യാപകനെ കൊണ്ടുപോയതായിട്ട് മാത്രം കണ്ടാൽ മതി. അങ്ങനെ കാണുമ്പോൾ അതിലൊരു ഗുരുസ്നേഹത്തിന്റെ പവിത്രതയല്ലാതെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രോട്ടോകോളിന്റെ പ്രശ്നങ്ങളൊന്നും വരികയില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പൊ പറഞ്ഞു വന്നത്, പലപ്പോഴും നമുക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങൾ, നമ്മളുടെ സ്റ്റാർഡം, നമ്മളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നതെല്ലാം നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് വളരെ മനുഷ്യനായി സ്നേഹത്തോടെ മനുഷ്യരോട് ഇടപെടേണ്ട, മറ്റു മനുഷ്യർക്ക് മാതൃകയാകേണ്ട പല നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ നിമിഷങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിനൊരു വലിയ ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്ന വലിയ ആളുകൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ശങ്കർ ദയാൽ ശർമ്മയുടെ ഈ ഒരു മസ്കറ്റ് യാത്ര. അടിപൊളി. ഇന്നത്തെ വൗസേഴ്സ് വൗ മൊമെന്റ്. ചേച്ചി മോനെ ബേബി, ഇതാരാണിത്? ചേച്ചി ഇത് അമൃത. അമൃത എനിക്ക് ഡോറ മതി. ആയിരിക്കണാരാണ് അത്? വിശാരടി എനിക്ക് ഭുജു മതി. എന്നെ മനസ്സിലായോ? ഇപ്പുറത്തിരിക്കണത് എന്നെ മനസ്സിലായോ? ആരാ? കുറുനരി, വഴി കാണിക്കണ കുറുനരി. ചക്രവാണി, ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. അവിടെ വൈദ്യര് മരുന്ന് കൊടുത്തു പ്രായം കുറയ്ക്കാനുള്ള. അപ്പൊ 7 ദിവസം 3 നേരം കഴിക്കേണ്ട മരുന്നാണ്. പെട്ടെന്ന് പ്രായം കുറയ്ക്കാനുള്ള ആക്രാന്തം കൊണ്ട് 3 ദിവസം 7 നേരം കൊണ്ട് കഴിച്ചു. ബോർഡർ കടന്നുപോയി. ഇപ്പൊ വൈദ്യര് 3-ാം ദിവസം കണ്ടതുകൊണ്ട് ഈ പ്രായത്തിൽ നമുക്ക് തിരിച്ചു കിട്ടി. എന്റെ കർത്താവേ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? 40-40 വർഷം കൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഈ സാധനത്തിനെ ഞാൻ ഇനി ഒന്നേന്ന് പോലെ റീസ്റ്റാർട്ട് ചെയ്യണമല്ലോ. എന്റെ ഭഗവാനേ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഇന്ന് 2 കുട്ടീസായിരുന്നു നമ്മുടെ കണ്ടസ്റ്റൻസ് അല്ലെ? അപ്പം അതിലിനി ആരാണ് വിജയി എന്ന് അറിയണ്ടേ? അതിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. രമേശ് ചേട്ടൻ ആൻഡ് അജയ് ചേട്ടൻ. ഇനി നമുക്ക് നമ്മൾ 2 കുട്ടൻസിനെയും കൂടെ വേദിയിലേക്ക് വിളിച്ചാലോ? ആദിദേവ് ആൻഡ് ഷഹിന പ്ലീസ്. വിശാരടി, എന്തോ നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് അനർത്ഥമാകുന്ന വിധത്തിലാണ് ഇന്നത്തെ പ്രകടനം. 2 പേര് മത്സരിച്ചത്, 2 ബേബീസ് തമ്മിലുള്ള മത്സരമായിരുന്നു. അതിൽ നല്ല ഫൺ ഉണ്ടായിരുന്നു, നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. 2 പേരും മിടുക്കരാണ്. 2 പേർക്കും അഭിനന്ദനങ്ങൾ. എന്നാൽ തന്നെ ചെറിയൊരു അഡ്വാൻറ്റേജ് നമ്മുടെ ആദിദേവിനാണ്. ആദിദേവാണ് ഇന്നത്തെ വിന്നർ. ഓക്കേ, അടിപൊളി.